നിൽക്കുന്നത് നമ്മുടെ ജയ്പൂർ സിറ്റിയിൽ തന്നെ ഏറ്റവും വലിയ തിയേറ്റർ ആയിട്ടുള്ള രാജ് മന്ദിറിന്റെ ഫ്രണ്ടിലാണ്. ഓക്കെ, നമ്മൾ അമൂൽ പാവ് ഭാജി ഹേന ഭയ്യ? അമൂൽ പാവ് ഭാജി എങ്ങനെ ഉണ്ടാക്കാൻ പോകുന്നതെന്നാണ് കാണുന്നത്. ये क्या है? भाजी की ग्रेवी है. भाजीയുടെ ഓക്കെ, ഈ ഭാജിയുടെ ഗ്രേവി ആണ് ഈ കാണുന്നത്. ये क्या क्या इंग्रेडिएंट्स है भाजी पे? मटर है, पत्ता है, शिमला है, मटर इनकी ग्रेवी है. ഓക്കെ, തക്കാളിയുടെ ഗ്രേവി, അതേപോലെ തന്നെ ബട്ടർ അങ്ങനെ കുറേ സാധനങ്ങളാണ് ഈ ഗ്രേവിക്കകത്തുള്ളത്. നല്ല മണം വരുന്നുണ്ട് കേട്ടോ. बहुत अच्छा स्मेल आएगा आपका ग्रेवी से. अभी तब बनेगा, तब अभी नहीं. इसको बनने में 40 से 45 मिनट लगेगा बनने. उसके बाद जब इसका टेस्ट और इसकी जो फ्रेगनेंस आएगी वो സൂപ്പർ ആയി. സൂപ്പർ. ഇതിൽ അടിപൊളി മണമായിരിക്കും ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ വരുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞതെന്നാണ് എൻ്റെ ഒരു നിഗമനം. അമൂൽ പാവ് ഭാജി റെഡി ഹേ? ഓക്കെ, അപ്പോൾ നമ്മുടെ അമൂൽ പാവ് ഭാജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കത് കഴിക്കാം. അപ്പോൾ അമൂൽ ബട്ടർ പാവ് ഭാജി, അതിനോടൊപ്പം തന്നെ നമ്മൾ ഹക്ക നൂഡിൽസ് ആണ് കഴിക്കാൻ പോകുന്നത്. അവിടെ ഞാൻ ഹക്ക നൂഡിൽസ് ഉണ്ടാക്കുന്നത് കണ്ടു. അപ്പോൾ ഞാൻ ഈ ചേട്ടനോട് പറഞ്ഞു എനിക്കും വേണം ഒരു ഹക്ക നൂഡിൽസ് എന്ന്. അങ്ങനെ ഹക്ക നൂഡിൽസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഹക്ക നൂഡിൽസ് ഇത് അവിടെ റെഡി ആക്കുന്നുണ്ട്. ഇവിടെ ഞാൻ ഈ ഒരു വൈബിൽ ഇവിടെ നിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചത്. കണ്ടോ, നമ്മുടെ ബണ്ണ് നല്ല അകത്ത് ഒരു ഗ്രേവി തേച്ചിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള പാവാണ്. ആ ബട്ടറിൻ്റെ ടേസ്റ്റ് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട്. ആ അമൂൽ ബട്ടറിൻ്റെ രുചി എനിക്ക് അതാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആൻഡ് ഓൾസോ ഇതിൻ്റെ അകത്ത് സ്പൈസ് വളരെ കറക്റ്റാണ്. ഒരു ഓവറായിട്ടുള്ള എരിവില്ല. അപ്പോൾ നമ്മൾ ഹക്ക നൂഡിൽസ് ആണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം അതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത് വെജിറ്റബിൾസ് ആണ്. ക്യാബേജ്, മുളക്, ക്യാപ്സിക്കം, സവാള, ഇത്രയും അരിഞ്ഞ സാധനങ്ങൾ നല്ല പോലെ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ആയതിനു ശേഷം അതിനകത്തേക്ക് നൂഡിൽസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നൂഡിൽസ് ഓൾറെഡി സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട് അവർ സൈഡിൽ. അങ്ങനെ നമ്മുടെ ഹക്ക നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. സ്പൈസ് ഞാൻ പറഞ്ഞ പ്രകാരം എക്സ്ട്രാ ആഡ് ചെയ്തതാണ്. എനിക്ക് സ്പൈസ് കുറച്ച് ഇഷ്ടമായതുകൊണ്ട്. അങ്ങനെ നമ്മുടെ ഹക്ക നൂഡിൽസ് ഇതാ റെഡിയായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ അവരോട് എനിക്ക് വേണ്ടിയിട്ട് ഇത്തിരി എക്സ്ട്രാ സ്പൈസ് ആഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നല്ല ആവി പറക്കണ ഹക്ക നൂഡിൽസ്. ഇപ്പം എന്തായാലും നമുക്കിത്തിരി ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. നല്ലപോലെ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് തന്നിരിക്കുന്ന നൂഡിൽസാണ്. എന്തായാലും ഈ മഴയത്ത് ഈ നൂഡിൽസ് കഴിക്കുന്നതിൻ്റെ രുചി അതൊന്ന് വേറെ തന്നെയാണ്. ആ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെയും ആ ഒരു സ്പൈസിൻ്റെയും ഒക്കെ ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഈ ഒരു മഴ എൻജോയ് ചെയ്തുകൊണ്ട് ഇത് കഴിക്കാനായിട്ട് നല്ല രസം.